ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുട്ടച്ചോറ് റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ബിരിയാണി രുചിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ റൈസാണ്. പിന്നെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ലഞ്ച് ബോക്സായി കൊടുത്തയക്കാനും പറ്റും. അപ്പോൾ ഇതുണ്ടാക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ഒരു ബൗളിൽ 1 കപ്പ് ബസ്മതി റൈസ് എടുക്കുന്നുണ്ട്. ഇത് 2-3 തവണയായി കഴുകിയെടുക്കാം. പിന്നെ ഈ ഒരു അളവിൽ 4 പേർക്ക് സെർവ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർക്കാനായി വെള്ളം ചേർത്ത് കൊടുക്കാം. അരമണിക്കൂറാണ് കുതിർക്കാൻ വെക്കുന്നത്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ചൂടുവെള്ളം ഉള്ളതിനാൽ ഏകദേശം 3 ലിറ്റർ ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1 നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്തെടുത്ത അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അരി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുക്കാം. അങ്ങനെ കംപ്ലീറ്റായി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ പെരുംജീരകമാണ്. ഇത് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കുന്നത് പൊടിയായി അരിഞ്ഞെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ഇത് 2 ടീസ്പൂൺ വീതം ചേർക്കുന്നുണ്ട്. എന്നിട്ട് പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുമ്പോൾ 2 ചെറിയ സബോള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സബോള വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞെടുത്ത മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തക്കാളി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരിഞ്ഞെടുത്ത 1/4 കപ്പ് ക്യാപ്സിക്കം, 1/2 കപ്പ് ബീൻസ്, 1 കപ്പ് ക്യാരറ്റുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പിന്നെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് 3 മിനിറ്റ് വരെ ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ പാകത്തിന് ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ മസാലകളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് 4 മുട്ട ബീറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നന്നായി ചിക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ചിക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ചേരുവകളെല്ലാം ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വേവിച്ച് വെച്ച ബസ്മതി റൈസാണ്. റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ റൈസും മസാലയും എല്ലാം ചേർന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ടച്ചോറ് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും മക്കൾക്ക് ഈ രുചികരമായ റൈസ് ഉണ്ടാക്കി കൊടുക്കുമല്ലോ. എന്തായാലും മക്കൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നെ കുഞ്ഞു മക്കൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്നതാണ്.
അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.